എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി സിംപ്ലിഫൈഡ് വിത്ത് അർച്ചന. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷനെ കുറിച്ചിട്ടാണ്. പതിവ് പോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ആക്ടിവിറ്റിയിൽ ചോദിക്കുന്നത് 1 ഗ്രാം കോപ്പർ പൗഡർ നിങ്ങൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഒബ്സർവേഷൻ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ് ആക്ടിവിറ്റിയിലെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് ഒബ്സർവേഷൻ എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കറിയാം നമ്മുടെ കോപ്പറിന്റെ സിമ്പിൾ എന്താ? CU ആണ് കോപ്പർ ആണല്ലോ. ഈ കോപ്പർ നമ്മൾ ഹീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കോപ്പർ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. കോപ്പർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്നത് കോപ്പർ ഓക്സൈഡ് ആണ്. ഓക്കെ, കോപ്പർ ഓക്സൈഡ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. And this copper oxide is having a black color. ഇതിന്റെ കളർ എന്താണ്? ബ്ലാക്ക് കളറാണ്. അപ്പൊ നിങ്ങൾ കോപ്പർ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ കോപ്പറിന്റെ മുകളിൽ അല്ലെങ്കിൽ ബ്രൗൺ കളർ ആയിട്ടുള്ള കോപ്പർ പൗഡർ എന്തായിട്ട് മാറും? ഇറ്റ് വിൽ ബി കോട്ടഡ് വിത്ത് ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ്. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. ഓക്സിജനുമായിട്ട് കോപ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് കോപ്പർ ഓക്സൈഡ് ഉണ്ടാവും. അതിന്റെ കളർ എന്താണ്? ബ്ലാക്ക് കളറാണ്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി നോക്കാം. ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല, ഇപ്പൊ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. ഇനി ഈ റിയാക്ഷൻ എന്ത് ചെയ്യും? റിവേഴ്സ്ഡ് ആയിട്ടും എന്ത് ചെയ്യും? നടക്കും. അതായത് കോപ്പർ ഓക്സൈഡ് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, കോപ്പർ ഓക്സൈഡിലേക്ക് നിങ്ങൾ ഹൈഡ്രജൻ പാസ് ചെയ്തു എന്ന് വിചാരിക്കുക. പഴയ പോലെ തന്നെ നിങ്ങൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പറും അതേപോലെ തന്നെ വാട്ടറും ഇവിടുന്ന് കിട്ടും. അതായത് ഈ പെർട്ടിക്കുലർ റിയാക്ഷനിൽ കോപ്പർ ഓക്സൈഡിലൂടെ നിങ്ങൾ ഹൈഡ്രജൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് കോട്ടിംഗ് എന്തായിട്ട് മാറും? ബ്ലാക്ക് കോട്ടിംഗ് ഓൺ ദ സർഫസ് ടേൺ ബ്രൗൺ അഗെയിൻ. ഇവിടെ കോപ്പറിന്റെ കളർ ബ്രൗൺ ആണ്. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുകളിൽ ഒരു ബ്ലാക്ക് കോട്ടിംഗ് വരുന്നു ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ്. ഇനി നമുക്ക് പറയാണ് ഈ കോപ്പർ ഓക്സൈഡിലേക്ക് നിങ്ങൾ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ഫോം ചെയ്യും? ഈ ബ്രൗൺ കളറ് ഫോം ചെയ്യും. അതായത് അവിടെ കോപ്പർ പിന്നെയും ഫോം ചെയ്യും. ഇവിടെ ഇനി നമുക്ക് പറയാനുള്ളത് 2 റിയാക്ഷൻസ് ആണ്. ഒന്ന്, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കോപ്പറിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യുന്നു ആണല്ലോ. അപ്പൊ ഈ പർട്ടിക്കുലർ റിയാക്ഷനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ 3 രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്സിഡേഷനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഐദർ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ അഡീഷൻ ഓഫ് ഓക്സിജൻ. അഡീഷൻ ഓഫ് ഓക്സിജനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓക്സിഡേഷൻ എന്ന് പറയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എന്താണ്? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ്. റിമൂവൽ ഓഫ് ഹൈഡ്രജനെ നിങ്ങൾക്ക് എന്ത് പറയാം? ഓക്സിഡേഷൻ എന്ന് പറയാം. അതല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് പറയാം? ഓക്സിഡേഷൻ ഇസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്നും നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. ഇങ്ങനെ 3 ഡെഫിനിഷൻ ആണ് എന്ത്? ഓക്സിഡേഷൻ ഉള്ളത്. അപ്പൊ ഈ ഓക്സിഡേഷൻ ഇസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ന്യൂമോണിക് സ്ട്രാറ്റജി ആണ്. അതിന് ഓയിൽ എന്ന് പറയാം കേട്ടോ. ഓക്സിഡേഷൻ ഇസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാം. ഇനി ഹൈഡ്രജൻ ആണ് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ കോപ്പർ ഓക്സൈഡിലേക്ക് നമ്മൾ ആഡ് ചെയ്തത് ആരെയാണ്? ഹൈഡ്രജനെയാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റിഡക്ഷൻ. ഓക്കെ, റിഡക്ഷൻ. ഈ ഓക്സിഡേഷനെ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ആരെയും ഡിഫൈൻ ചെയ്യാൻ പറ്റും? റിഡക്ഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്സിഡേഷനിലെ അഡീഷൻ ഓഫ് ഓക്സിജൻ ആണെങ്കിൽ റിഡക്ഷൻ വരുമ്പോൾ അവിടെ എന്താണ്? ഇറ്റ് ഈസ് ദ ലോസ് ഓഫ് ഓക്സിജൻ ആണ്. ലോസ് ഓഫ് ഓക്സിജൻ എന്ന് നമുക്ക് പറയാം. ഐദർ ഇറ്റ് ഈസ് ദ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. ഓക്സിഡേഷനിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണെങ്കിൽ റിഡക്ഷനിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. ഇനി അതേപോലെ തന്നെ ഓക്സിഡേഷനിൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ റിഡക്ഷൻ വരുമ്പോൾ ഇറ്റ് ഈസ് ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോ യൂഷ്വലി ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഓയിൽ എന്നും റിഡക്ഷൻ എന്ന് പറയുമ്പോൾ റിക് എന്നുമാണ് പറയാറുള്ളത്. ഓക്സിഡേഷൻ ഇസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്, റിഡക്ഷൻ ഇസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ 3 ഡെഫിനിഷൻ ആണ് ഓക്സിഡേഷൻ ആണെങ്കിലും റിഡക്ഷൻ ആണെങ്കിലും ഉള്ളത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്ന പ്രോബ്ലംസ് കേട്ടോ. അപ്പം നമുക്കൊരു ഇക്വേഷൻ തന്ന് അതിൽ ഓക്സിഡേഷൻ ആണോ നടക്കുന്നത്, ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ആർക്കാണ് റിഡക്ഷൻ നടക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഓക്സിഡേഷനും പറഞ്ഞു, റിഡക്ഷനും പറഞ്ഞു അല്ലെ. ഇനി ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ നിങ്ങൾ നോക്കുമ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുകയാണ്. ഒരു പെർട്ടിക്കുലർ റിയാക്ഷനിൽ തന്നെ
ഒരു സൈഡിലേക്ക് ഓക്സിഡേഷനും നടക്കുന്നുണ്ട്, റിഡക്ഷനും നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? റിഡോക്സ് റിയാക്ഷൻ. Redox reactions are reactions in which oxidation and reduction takes place simultaneously. ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ 3 റിഡോക്സ് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിഡോക്സ് റിയാക്ഷൻസ് ആർ റിയാക്ഷൻസ് ഇൻ വിച്ച് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി. അപ്പോ ഈ 3 റിയാക്ഷനിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആരാണ് ഓക്സിഡൈസ് ചെയ്യുന്നത്, ആരാണ് റെഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അഡീഷൻ ഓഫ് ഓക്സിജൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. റിഡക്ഷൻ ആണെങ്കിലോ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയാനും പറ്റും. അതേപോലെ തന്നെ റിമൂവൽ ഓഫ് ഓക്സിജൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ആദ്യത്തെ റിയാക്ഷൻ നമുക്ക് നോക്കാം. ആദ്യത്തെ റിയാക്ഷൻ ഇവിടെ നോക്കിയേ, കോപ്പർ ഓക്സൈഡ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കോപ്പറും വാട്ടറും ആയിട്ട് മാറും. ഇവിടെ കോപ്പർ ഓക്സൈഡ് ഉണ്ട് അല്ലെ, ഈ കോപ്പർ ഓക്സൈഡ് ആരായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? കോപ്പർ ആയിട്ട് മാറുകയാണ്. കോപ്പർ ഓക്സൈഡ് കോപ്പർ ആയിട്ട് മാറുന്നു. ഇവിടെ കണ്ടോ, ഈ ഓക്സിജൻ എന്ത് ചെയ്യാണ്? ഇറ്റ് ഈസ് റിമൂവ്ഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിഡക്ഷൻ ആണ്. അപ്പൊ കോപ്പർ ഓക്സൈഡ് ഇസ് റിഡ്യൂസ്ഡ് ഇൻ ടു കോപ്പർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഇവിടെ നോക്കിയേ, ഹൈഡ്രജൻ നിങ്ങൾക്ക് കാണാം. ഹൈഡ്രജൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? വാട്ടർ ആയിട്ട് മാറി. അതായത് ഇവിടെ നടക്കുന്നത് എന്താണ്? അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ്. ഹൈഡ്രജനിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്ത് അത് എന്തായിട്ട് മാറി? വാട്ടർ ആയിട്ട് മാറി. അപ്പൊ ഈ റിയാക്ഷൻ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ഈ ഒരു റിയാക്ഷൻ നോക്കിയേ, സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡ് എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? സിങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ കാർബൺ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? ഇവിടെ കാർബൺ മോണോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സിങ്ക് ഓക്സൈഡ് സിങ്ക് ആവുന്ന സമയത്ത് അതിലുള്ള ഓക്സിജൻ എന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്യാണ്. ഓക്സിജൻ റിമൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ആ റിയാക്ഷൻ എന്തായിട്ട് മാറുകയാണ്? റിഡക്ഷൻ ആണ് അല്ലെ? റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ്. അപ്പൊ അത് റിഡക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സിങ്ക് ഓക്സൈഡ് സിങ്ക് ആവുമ്പോൾ ഇറ്റ് ഈസ് എ റിമൂവൽ ഓഫ് ഓക്സിജൻ ആൻഡ് ഇറ്റ് ഈസ് എ റിഡക്ഷൻ റിയാക്ഷൻ. ഇനി ഇവിടെ നോക്കിയ കാർബണിലേക്ക് എന്താ ആഡ് ചെയ്യാണ്? ഓക്സിജൻ ആഡ് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് ആഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് അഡീഷൻ ഓഫ് ഓക്സിജൻ. അതെന്താണ്? ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. നമ്മുടെ ലാസ്റ്റ് റിയാക്ഷൻ നോക്കാം. MnO2 reacts with HCl to form MnCl2 plus 2H2O plus Cl2. ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ എപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് റിയാക്ഷൻ ആയിട്ട് എക്സാമിനൊക്കെ പല പ്രാവശ്യം ചോദിച്ച് കണ്ട ഒരു റിയാക്ഷൻ ആണ് കേട്ടോ ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ. ഇവിടെ മാംഗനീസ് ഓക്സൈഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? മാംഗനീസ് ക്ലോറൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ HCl എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? Cl2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ റിയാക്ഷൻ നോക്കാം. ഓക്സിജൻ എന്ത് ചെയ്തിട്ടുണ്ട്? Cl2 വന്നിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഓക്സിജൻ അവിടെ റിമൂവ് ആയിട്ട് പോയിട്ടുണ്ട്. സോ ദിസ് പർട്ടിക്കുലർ റിയാക്ഷൻ ഇസ് റിഡക്ഷൻ ആണല്ലോ. ഇത് റിഡക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി HClന്റെ കേസോ, HCl എന്തായിട്ട് മാറുകയാണ്? Cl2 ആയിട്ട് മാറുകയാണ്. ദാറ്റ് ഇസ് ദ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. H അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? റിമൂവ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ദിസ് റിയാക്ഷൻ ഇസ് ഓക്സിഡേഷൻ. യൂഷ്വലി ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ്. പക്ഷെ ഈ ഒരു കേസിൽ വരുമ്പോൾ ഇറ്റ് ഇസ് ദ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. അവിടെയാണ് ഒരു കൺഫ്യൂഷൻ കുട്ടികൾക്ക് സാധാരണയായിട്ട് വരാറുള്ളത്. അപ്പൊ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഓക്സിഡേഷന് 3 ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഐദർ എന്താണ് ഇറ്റ് ഈസ് ദ അഡീഷൻ ഓഫ് ഓക്സിജൻ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്ന് നമുക്ക് പറയാം, അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. റിഡക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ റിഡക്ഷൻ ഇസ് ദ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ ഇറ്റ് ഇസ് ദ റിമൂവൽ ഓഫ് ഓക്സിജൻ ഓർ ഇറ്റ് ഇസ് എ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഇനി ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണെന്ത്? റിഡോക്സ് റിയാക്ഷൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കുമ്പോൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.